ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ ടേസ്റ്റുള്ള ഒരു ഈസി ബിരിയാണി റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കൂടിയാണ്. ചിക്കൻ ഗ്രേവി ബിരിയാണിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈദൊക്കെ വരികയാണ്, ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള ബിരിയാണി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നൊരു സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഗ്രേവി റെഡിയാക്കുന്നത് കേട്ടോ. ഇനി അതിലോട്ട് ഒരു 3 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കിലോ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലോട്ടാണ് ഞാനിപ്പോൾ ഇത്രയും സവോള എടുത്തിട്ടുള്ളത് കേട്ടോ, 3 സവോള എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ആ സവോളയുടെ ഒരു കളറൊന്ന് മാറിക്കോട്ടെ, ഒന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ. അപ്പോഴേക്കും നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതിലോട്ട് തക്കാളി ചേർക്കുന്നത് ആ ഒരു വീഡിയോ ക്ലിപ്പ് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. 2 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ആ നേരത്തെ ക്ലിപ്പ് ഒന്ന് വിട്ടുപോയതാട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തക്കാളി, ഇതെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വന്ന ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു മസാലപ്പൊടീൻ്റെ ഒരു പച്ചച്ചവൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് വേണം നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മസാല റെഡിയാക്കിയ ശേഷം അത് ചൂടാറിയ ശേഷം പിന്നെ നമ്മളത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കനിലോട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഗ്രേവി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് ചൂടാറിയ ശേഷം വേണം നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് ആ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചിക്കന് ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതാ നമ്മൾ കറിയിലോട്ട് ചേർക്കുന്ന അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. വല്ലാണ്ട് ചെറുതാക്കണ്ട, എന്നാൽ വല്ലാണ്ട് വലിയ പീസാക്കണ്ട കേട്ടോ. കറി പീസാക്കിയാൽ മതി. പിന്നെ അതിലോട്ട് നേരെ നമ്മൾ പച്ചമുളക് ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകും ചിക്കനും കൂടി വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രേവിയിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതായത് മസാല വഴറ്റിയെടുത്തല്ലോ, അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചിക്കനൊന്ന് ചെറുതായിട്ട് ഈ ഒരു മസാലയിൽ ഒന്ന് കിടന്നോട്ടെ, എന്നാലേ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ വരുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ആയിക്കോട്ടെ. അപ്പോഴേക്കും നമ്മുടെ മസാല ഒന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ചൂടാറിയിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരത്തിൽ അരച്ചെടുക്കുക. അതാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത് കേട്ടോ, ചിക്കനിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മസാല ഉണ്ടല്ലോ, അത് തലേ ദിവസമൊക്കെ റെഡിയാക്കി വെക്കുക, ഫ്രിഡ്ജിൽ വെച്ചിട്ട്. പിന്നെ ചിക്കൻ നേരെ നമ്മൾ കുക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ, സവോള, തക്കാളി, ഇതൊക്കെ വഴറ്റുന്ന സ്റ്റെപ്പ്, അത് ശരിക്കും നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ ഇങ്ങനെ പേസ്റ്റാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ കുറച്ചുകൂടെ മുളക് പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ചിക്കൻ ഇതിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ഭയങ്കര കറി പോലൊന്നും ആക്കി എടുക്കേണ്ട, എന്നാലും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ വേവിച്ചെടുക്കണം. ഇനി നമ്മുടെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നത് ചെറിയ അരി കേട്ടോ. കൈമ റൈസോ അല്ലെങ്കിൽ UTCയോ അതൊക്കെ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ UTC ബ്രാൻഡ് അരിയാട്ടോ എടുത്തിട്ടുള്ളത്. അത് 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 250 ml കപ്പിൽ 2.5 കപ്പ് മെഷർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കൈമ അല്ല, ബിരിയാണി അരി. അത് ജീരകശാല റൈസ് ഏത് ബ്രാൻഡും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് UTC ബ്രാൻഡ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ
അരിയുടെ കണക്കും അതുപോലെ വെള്ളത്തിൻ്റെ കണക്കൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം തിക്കായിട്ട് വരുന്നുണ്ട്. എന്നാലും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്, നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി ചോറ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ കേട്ടോ വീണ്ടും ചേർക്കുന്നത്. അതിലോട്ട് ഏലയ്ക്ക, ഗ്രാമ്പൂ, വലിയ ജീരകം എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു സവോള ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ബീഫ് ഗ്രേവി ബിരിയാണി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം റെസിപ്പിനെയാണ് അത് ചിക്കൻ ചെയ്തെന്നുള്ളതിൽ. പിന്നെ ബീഫ് ഗ്രേവി ആകുമ്പം ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ സവോള ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി വന്നിട്ട് വേണം നമുക്കതിലോട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബ്രൗൺ കളർ ആവരുത് കേട്ടോ സവോള ഒന്നും. ഇനി ഇതിലോട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതിലോട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. നമ്മുടെ റൈസിനും അതുപോലെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചിലരിങ്ങനെ പറയും ചിക്കൻ്റെ ഫ്ലേവർ വേണം നമ്മുടെ റൈസിന്. അങ്ങനെയാണെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷേ അതില്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചോറിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. വേറെ പൊടികളൊന്നും നമ്മളിതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മളിതിലോട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി ഈ ഒരു അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് അരി ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ അടുത്തൊരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പം ഏകദേശം ആ ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വല്ലാണ്ട് ഇങ്ങോട്ട് കളറൊന്നും മാറ്റണ്ട കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചൂടുവെള്ളം ഇട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ അരിയാണ്. അതുപോലെ ജീരകശാല റൈസ് അല്ലെങ്കിൽ UTC കൈമ അതുപോലത്തെ റൈസൊക്കെ എടുക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ. അതിൽ കൂടുതൽ എടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 3.25 കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക. എന്നാലും നമുക്കിത് റെഡിയായി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് ഉപ്പൊന്നും ചേർക്കേണ്ട, കാരണം നമ്മുടെ ഗ്രേവിയിലും ഉപ്പുണ്ടല്ലോ. ഇനി ഇത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാനിതിലോട്ട് ഒട്ടും തന്നെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ലാസ്റ്റ് 1 ടീസ്പൂണൊക്കെ നെയ്യ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിരിയാണി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണി കൂടിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നെയ്യ് ചേർക്കാത്തതുകൊണ്ട് ആ ഒരു മണമോ അതൊന്നും ഇല്ലാണ്ടിരിക്കുന്നുമില്ല. നല്ല മണമാണ്. ചെറിയ അരി തന്നെ യൂസ് ചെയ്യുക കേട്ടോ. വലിയ അരി എടുക്കുമ്പോൾ ഈ ഒരു ഭംഗിയും മണമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൊണ്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ, നല്ലോണം കുക്കായിട്ടുണ്ട്. എന്നാൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു വന്നിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നല്ലൊരു മണമായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണമായിരിക്കും ഈ റൈസിന്. ഈ ഒരു സ്റ്റേജിൽ ഞാനിതാ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമില്ല, പക്ഷെ അത് ചേർക്കുമ്പം അതിൻ്റേതായിട്ടൊരു മണം ഉണ്ടാവും. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവിയും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ റൈസിൻ്റെ മുകളിൽ ആ ഗ്രേവി ഇട്ട് കൊടുക്കാം. ഞാൻ പറയുവാണെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് ഗ്രേവി ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈഡ് ഓണിയനും അതുപോലെ അണ്ടിപ്പരിപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇങ്ങനെ പ്ലേറ്റിങ്ങിനായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഇങ്ങനെ അണ്ടിപ്പരിപ്പും ഫ്രൈഡ് ഓണിയനൊന്നും കാണുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് വല്ലാണ്ട് അത് പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ എന്തായാലും ചിലർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കുറേ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഭംഗിയാണ് ഇതുപോലത്തെ ബിരിയാണിയൊക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഭക്ഷണം കഴിക്കാൻ തോന്നും. ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നുന്നൊരു ഫീലാണ് ഇങ്ങനെ കാണുമ്പോൾ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ സൈഡിൽ ഗ്രേവിയും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ ഒരുപാട് വെള്ളമൊന്നും പാടില്ല. ചിക്കനിൽ നന്നായിട്ട് മസാല കോട്ടഡായിട്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ വേണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ഈസിയല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഈ ചോറ് ഊറ്റിയെടുത്തിട്ട് ദമ്മിടുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർക്കൊക്കെ, കറക്റ്റ് അളവൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ മിക്കവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിരിയാണി എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്യുക. ഇതിന് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ബീഫ് ഗ്രേവി ബിരിയാണി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ള റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ചിക്കൻ ഗ്രേവി ബിരിയാണിയാണ് ഞാനിപ്പം ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് കാണാനും ഒരു ഇഷ്ടം ഉണ്ടാവും, എന്നാലോ കഴിക്കാൻ കിട്ടില്ല ടേസ്റ്റുമാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി ഞാനിത് കഴിക്കുന്നതും കൂടി കാണിച്ചു തരാം. നോമ്പായതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് കഴിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്തായാലും കുഴച്ച് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാനൊന്ന് വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ചോറൊക്കെ നല്ലോണം വിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ വെന്തിങ്ങനെ എന്താ പറയുക, അളിഞ്ഞ് പിളിഞ്ഞ് കിടക്കുന്നൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഗ്രേവി കൂട്ടി കഴിക്കുമ്പം എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈദ് ആഘോഷിക്കുന്നവർക്കും അതുപോലെ നാളെ ഈദ് ആഘോഷിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഈദ് മുബാറക്, അഡ്വാൻസ്ഡ് ഈദ് മുബാറക് കേട്ടോ. നാളെ ഈദ് ആഘോഷിക്കാൻ പോകുന്നവർക്ക്, അതുപോലെ ഇന്ന് ഈദ് ആഘോഷിക്കുന്നവർക്ക് സ്പെഷ്യൽ ഈദ് മുബാറക്. താങ്ക്